അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ, സൂപ്പർ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രെഡ് കൊണ്ട് നമ്മളിന്ന് കൊത്ത് പൊറോട്ടയ്ക്ക് തുല്യമായിട്ടുള്ള കൊത്ത് ബ്രെഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. അതിനു മുമ്പ് എന്നും പറയുന്നതല്ലേ കൂട്ടുകാരെ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ സവാള കൊത്തിപ്പൊടിഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞത്. സവാള എന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ പൊടിയുടെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഇച്ചിരി ഒരു സ്ഥലമായിട്ട് മാറ്റാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. അപ്പോൾ ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഹീറ്റ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ കുത്തി കൊത്ത് പൊറോട്ടയുടെ അതേ രീതിയിലാക്കി. അപ്പൊ നമ്മൾ നല്ല കൊത്ത് പൊറോട്ട ഒക്കെ ചെയ്തില്ല, അതേ കണക്ക് തന്നെ നല്ല പതുക്കെ നമ്മളെ പാത്രം ഒന്നും പോവാത്ത രീതി തന്നെ പതുക്കെ കുത്തി ഇങ്ങനെ എടുക്കുക. അപ്പൊ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റായിട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.